Hello friends, welcome back to my channel Living the American Dream. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളൊരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ പോവാം. അപ്പം നമുക്കറിയാം കൊറോണ ഒക്കെ വന്നതോടുകൂടി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇപ്പോൾ കടയിലൊന്നും ഒരു ഹാൻഡ് സാനിറ്റൈസർ പോലും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ഹാൻഡ് സാനിറ്റൈസർ. അപ്പോൾ അത് നമ്മൾ ഒരു ഹോം മെയ്ഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ട കാര്യങ്ങളാണ് ജസ്റ്റ് 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ അടിപൊളി ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കി നോക്കാം. അപ്പം അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി ചെക്ക് ഔട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ and make the hand sanitizer. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു റബ്ബിംഗ് ആൽക്കഹോൾ. ഞാൻ എടുത്തേക്കുന്നത് 70% ആണ്. അപ്പോൾ എനിക്ക് 70% കിട്ടിയുള്ളൂ. നമുക്ക് 60 മിനിമം വേണം. 60, 70, 80, 90. ഇതിൽ 90 ഏറ്റവും നല്ലത് 90 ആണ്. 90 കിട്ടുമെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദാറ്റ്. പിന്നെ ഞാൻ ഓർഡർ എടുത്തേക്കുന്നത് അലോവേര ജെല്ലാണ്. ഞാൻ എടുത്തേക്കുന്നത് പതഞ്ജലിയുടെ അത് അലോവേര ജെല്ലാണ്. ഇതിന് ജസ്റ്റ് റെഗുലർ നോൺ ബ്രാൻഡഡ് ഏതെങ്കിലും ഒരു ജെല്ല് എടുത്താൽ മതി. അപ്പം അത് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു വൈറ്റമിൻ ഇ ആണ്. ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടി നമ്മൾ റബ്ബിംഗ് ആൽക്കഹോളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കിന്നൊക്കെ നമ്മൾ എന്താ പറയുക ഒരു മുറിയാൻ ചാൻസ് ഉണ്ട്. അതിന് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എസെൻഷ്യൽ ഓയിലാണ്. ഇത് നമുക്കൊരു അരോമയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു സ്മെല്ല് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ നല്ലൊരു അരോമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ 2 ഇൻഗ്രീഡിയൻസ് ഇത് 3 പല പല ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള എസെൻഷ്യൽ ഓയിലാണ്. ഇതിൽ ഓരോന്നാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ഇൻഗ്രീഡിയൻസിൽ ഇത് ഓപ്ഷണലാണ്. മെയിനായിട്ട് വേണ്ടത് ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇയും എസെൻഷ്യൽ ഓയിലും കിട്ടിയതിലും സാരമില്ല. ജസ്റ്റ് ഒരു റബ്ബിംഗ് ആൽക്കഹോളും നല്ലൊരു ജെല്ലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാം. അപ്പം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ട ആദ്യമേ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അലോവേര ജെല്ലെടുത്തു. നമുക്ക് 1/2 കപ്പ് അലോവേര ജെല്ലാണ് വേണ്ടത്. 1/2 കപ്പ് നമ്മളൊരു കപ്പിലേക്ക് എടുത്തു. നമ്മൾ നിറച്ച് ഒരു 1/2 കപ്പ് ജെല്ലെടുത്തു. അപ്പോൾ നമ്മൾ ഒരു സ്പൂണും കൊണ്ട് അതിനകത്തേക്ക് നമ്മൾ അളവിനെടുത്ത് ഓക്കെ. ഇനി വേണ്ട നമ്മൾ 1 കപ്പ് റബ്ബിംഗ് ആൽക്കഹോളാണ്. ഒരു കപ്പെടുത്തു. ക്ലോസ് ചെയ്തു. ഇനി നമ്മളത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ 1 ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ, 1 ടേബിൾ സ്പൂൺ വൈറ്റമിൻ ഇ, ഇനി വേണ്ടത് നമ്മൾ അരോമയ്ക്ക് വേണ്ടി നമ്മുടെ എസെൻഷ്യൽ ഓയിലാണ്. നമ്മളിത് 1/4 ടീസ്പൂണാണ് ഒഴിച്ചു. അങ്ങനെ നമ്മൾ 4 ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചു. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ശരിക്കും ഇളക്കി മിക്സ് ചെയ്തു. നല്ല മണമുണ്ട്. അപ്പോൾ നല്ല അരോമയുണ്ട്. അതുപോലെ നമുക്ക് ഏകദേശം 1/4 ലിറ്റർ 250 മില്ലി സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ പഴയൊരു ഹാൻഡ് സോപ്പിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ ഹാൻഡ് സോപ്പിൻ്റെ കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാൻ പോകാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് വരിക. ജസ്റ്റ് ശരിക്കും ഒന്ന് ഇളക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ മിക്സ് നമ്മുടെ ഈ ബോട്ടിലേക്ക് മാറ്റി നമ്മളൊന്ന് ക്ലോസ് ചെയ്യാം.
പോസ് ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അത് അലോവേരയ്ക്ക് ഇതിനകത്തൊന്ന് ഇളക്കിയിട്ട് ഇതാവാത്തന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. നല്ല കയ്യിലേക്കിട്ട് നന്നായിട്ട് കൈയുടെ പുറത്തും കൈയുടെ ഉള്ളിലേക്കിട്ട് നന്നായിട്ട് ചെയ്യാൻ നല്ല സ്മൂത്ത് സംഭവം. അപ്പോൾ നോക്കി എൻ്റെ കൈ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, അതുപോലെ നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. മണമാണെങ്കിലോ നല്ല അടിപൊളി സാധനം. ഇതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഈ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. വീട്ടിൽ ഇത്രയും കൂളായിട്ടുണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പതഞ്ജലി മിക്സ് ചെയ്ത നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോളെല്ലാം മിക്സ് ചെയ്ത നല്ല അടിപൊളി ഹാൻഡ് സാനിറ്റൈസറാണിത്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിൽ കിട്ടുന്ന സാനിറ്റൈസറിനേക്കായി കിടലൻ ഗുണമായിരിക്കും ഇതിനുള്ളത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടുണ്ടാക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് ഹാൻഡ് സാനിറ്റൈസർ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ യാതൊന്നും പറയേണ്ട കാര്യമില്ല. വീട്ടിൽ വന്ന് ഇതുമാതിരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്കുള്ള സാനിറ്റൈസർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു അടിപൊളി കിടലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.